വൈകുന്നേരത്തേക്ക് എന്ത് കടി ഉണ്ടാക്കുമെന്ന് ചിന്തിച്ചപ്പോഴാണേ മൈസൂർ പഴം ഇരിക്കണ ഓർമ്മ വന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, വെച്ചങ്ങ് കാച്ചി 2 കപ്പ് കുതിർത്ത് വെച്ച പച്ചരിയിലേക്ക് 1 കപ്പ് തേങ്ങ, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 മുട്ട, മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര. ഞാൻ ഇവിടെ ഒരു 4 കട്ട ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വലിപ്പമുള്ളത് ഒക്കെ കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി ഇതുപോലെ അടിച്ചെടുക്കുക. നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കുറച്ച് ശർക്കര ബാക്കിയുണ്ടേനു, അതും കൂടി ഞാൻ ഇതുപോലെ മിക്സിയിൽ വെറുത്തിട്ട് അടിക്കുകയാണേ. അതിൻ്റെ ഇപ്പോൾ ഒരു 3-4 പഴം കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കേണ്ട, ബാക്കി നമുക്ക് മാഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അടിച്ച് വെച്ചത് ഇതിലേക്ക് ഒഴിച്ച് പിന്നെ നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ആ പഴം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ നല്ല ലൂസായിട്ടാണുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇത് ടൈറ്റാൻ ആവശ്യമായിട്ടുള്ള 1 കപ്പ് അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചിട്ട് നമുക്ക് അടച്ച് വെക്കാം. ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇത് ചുട്ടെടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് ബേക്കിംഗ് സോഡയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഈ വീഡിയോയിൽ കാണുന്ന പോലെ തിളച്ച എണ്ണയിലോട്ടൊക്കെ ഇതുപോലെ നീളത്തിന് ഇട്ട് കൊടുക്കുക. എത്ര നേരിയതായിട്ടാക്കാൻ പറ്റുന്നോ അങ്ങനെ ആക്കി എടുത്തോട്ടോ. അങ്ങനെയാണ് ഇത് ശരിക്കും വേണ്ടത്. നമ്മൾ ഉമ്മാൻ്റെ ഉമ്മയൊക്കെ നല്ല നേർങ്ങനെ ഉണ്ടാക്കിയെടുക്കും. ആറ്റുമ്പോൾ ഉണ്ടാക്കുന്നത് കാണുമ്പം തന്നെ നല്ല മൊഞ്ചാണ്. അപ്പോൾ ഇത് വലിയ മൊഞ്ചൊന്നുമില്ല, കുറച്ച് തടി കൂടുതലാണ്. ഇതിപ്പോൾ ഉമ്മ ഇട്ടുകൊണ്ട് ഇങ്ങനെ, ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ടാണ് കിട്ടുക. ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കളറൊക്കെ മാറി വേവിച്ചിട്ട് അങ്ങ് എടുക്കുക. കാണാൻ വലിയ ലുക്കില്ലെങ്കിലും ടേസ്റ്റ് വൈസ് അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂലേ? വേറെ റെസിപ്പി ആയിട്ട് കാണാം കേട്ടോ.